സുഹൃത്തുക്കളും, ഈ മെയ് മാസത്തെ ഫലം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഈ രീതിയിലുള്ളൊരു ചാർട്ട്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത്, അല്ലെന്നൊരു ട്രാവല്, വെൽത്ത്, അതുപോലെ ലക്ക്, റിലേഷൻഷിപ്പ്, ഫൈനാൻസ്, സ്റ്റഡി. അപ്പൊ ഇത്രയും കാര്യങ്ങള് എങ്ങനെയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഹെൽത്തിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓരോ ആൾക്കാരുടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ നാളിന്റെ ആയിട്ട് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് 4 സ്റ്റാർ കാണും, ചിലർക്ക് 3 സ്റ്റാർ കാണും. അതുപോലെ കരിയർ, ഫൈനാൻസ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രഡിക്ഷൻ പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ചൊവ്വായെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും ചൊവ്വായെ അതുപോലെ കേതു, രാഹുക്കള് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും പല ആൾക്കാരുടെ ബർത്ത് ചാർട്ടില് ചൊവ്വ, കേതു ഇങ്ങനെയൊക്കെയുള്ള പ്ലാനറ്റുകൾ കണക്ട് ആയി നിന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ട്രാൻസിഷനിൽ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പോവുക, കേതു പോയിട്ട് കേതുവിന്റെ മേളിൽ കൂടെ കേതു കണക്ട് ആകുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷന് ആക്സിഡന്റ് പറ്റിയിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാരുണ്ടെന്ന രീതിയിൽ നമുക്ക് ബ്ലഡ് റെമഡി എന്നുള്ള റെമഡി ചെയ്യാം. അതല്ലെന്ന രീതിയിൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക. ഇതല്ലെന്ന രീതിയിൽ ആ ഒരു പീരീഡിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആയിട്ടുള്ളൊരു കാഠിന്യത്തിന് കുറവ് വരുമെന്നുള്ളത് മനസ്സിലാക്കുക. പല ആൾക്കാർക്കും കംപ്ലൈന്റ് ഉണ്ട് വീഡിയോ ലോങ് ആയി പോകുന്നെന്ന്. അപ്പൊ നമ്മൾ ഇത് വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെ കവർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത്, ശുക്രന്റെ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചൈൽഡ് ബർത്തുമായിട്ടുള്ള ഓരോ ആൾക്കാർക്ക് അബോർഷന്, അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ IVF, അഡോപ്ഷന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ പല സബ്ജക്റ്റും നമ്മുടെ പല വീഡിയോയ്ക്കകത്ത് ഒന്നി വാസ്തുവിന്റെ ആയിരിക്കും, ന്യൂമറോളജി ആയിരിക്കും, മൊബൈൽ ന്യൂമറോളജി ആയിരിക്കും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അല്ലെ ചില യോഗങ്ങളെ, ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഓരോ പല വീഡിയോയിലായിട്ട് കയറ്റിവിടുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും നമ്മൾ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 5 to 7 മിനിറ്റ് നിർത്തത്തക്ക രീതിയിലുള്ള ഇതാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ലഗ്നം വെച്ച് കറക്റ്റ് ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ 100% അക്യുറേറ്റ് ആകുള്ളൂ എന്ന് മനസ്സിലാക്കും. വൃശ്ചികൻ രാശി, സ്കോർപിയോ, ഇതിനകത്ത് നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിവയാണ്. അപ്പൊ വിശാഖത്തിന്റെ ഒടുവിലത്തെ ഒരു ഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നാളുകളാണ്. അപ്പൊ വിശാഖത്തെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത്, രാഹുകർമ്മയാണ്. അനിഴത്തെ നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് കൺട്രോൾ ചെയ്യുന്നത്, സൂര്യകർമ്മയാണ്. അതുപോലെ തൃക്കേട്ടെ നോക്കിക്കഴിഞ്ഞാൽ തൃക്കേട്ടെ കൺട്രോൾ ചെയ്യുന്ന ബുധനാണ്, ചന്ദ്രകർമ്മയാണ്. അപ്പൊ നിങ്ങളുടെ കർമ്മ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടായിട്ടുള്ള ആത്മവിശ്വാസം തിരിച്ചു കിട്ടാൻ ചില ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ മാറി, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടൊരു ചെറിയ വൈഷമ്യം ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ മാറി നല്ല പ്രസംഗിക്കാനുള്ള കഴിവ്, അങ്ങനെയൊക്കെ ഉള്ള തിരിച്ചു കിട്ടാന്, അങ്ങനെ വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, നല്ല എന്തൂസിയാസം ഉണ്ടാകാന്, നല്ല അംബീഷ്യസ് ആയിരിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്. അതുപോലെ അയൽവക്കക്കാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന അത് എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു തീർത്ത് നല്ല സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ, ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാന്, അതുപോലെ സഹോദരങ്ങളെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങള്, സഹോദരങ്ങളൊക്കെ ചിലപ്പോൾ നാട്ടിൽ വരാനും അവരുമായിട്ട് സല്ലപിക്കാനും, എന്തെങ്കിലും അതുപോലെ പ്രോപ്പർട്ടി എന്തെങ്കിലുമൊക്കെ വീതം വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ നല്ല വിവാഹാലോചനകൾ വരാനുള്ള സാഹചര്യങ്ങൾ, ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാന്, അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ള ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ഉള്ള നാട്ടിൽ വരാൻ, അല്ല വൈഫൊക്കെ നാട്ടിൽ വന്നിട്ട് ഹസ്ബൻഡ് വൈഫൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സിനെ നോക്കുന്ന ആൾക്കാർക്ക് പുതിയ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനല്ല പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഫുൾഫിൽമെന്റ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കല്യാണം കഴിക്കാനെ പുതിയ വിവാഹാലോചനകൾ വരാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ മെയ് 14 തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടൊക്കെ വാങ്ങിക്കാന്, അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കാന്, അല്ലെങ്കിൽ വീട് തറക്കല്ലിടാന്, വണ്ടി വാങ്ങിക്കാന്, വണ്ടി മൂടി പിടിപ്പിക്കാന്, ഇങ്ങനെ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാൻ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ, അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മെയ് 14 തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നതാണ്. അതുപോലെ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനും, ഈ പറയുന്ന
സഹോദരങ്ങളെ കണ്ടുമുട്ടാന്, അതുപോലെ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് ആ ജോബൊക്കെ കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും ലോണിനൊക്കെ അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് ലോൺ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കടം കൊടുത്ത പൈസ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാഹചര്യങ്ങൾ, ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിസയ്ക്കൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ മാറി നല്ല ക്ലിയർ ആയി വരാന്, അല്ലെ IELTS ഒക്കെ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് ആ മാർക്കൊക്കെ നല്ല സ്ക്വയർ ചെയ്യാന്, അല്ലെന്നൊരു IIT അങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു കൺഫർമേഷൻ വരാനേ, അവിടെ നിന്ന് കൺഫർമേഷൻ വരാനേ, സീറ്റ് ഉറപ്പിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ ഇങ്ങനെയുള്ള ഒരു ലോങ് ജേണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ, അതുപോലെ തന്നെ ഒരു നല്ല ഉല്ലാസയാത്രകൾ നടത്താനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവർക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഓരോന്നിനെ പറ്റി എത്ര പെർസെന്റേജ് ആണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് നമുക്ക് ആരോഗ്യപരമായിട്ട് എങ്ങനെയുണ്ട്, 4 സ്റ്റാർ. ട്രാവല്, അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് വെൽത്ത്, നമുക്ക് സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 സ്റ്റാർ, അല്ലെന്നൊരിയിൽ ലക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 സ്റ്റാർ, അതുപോലെ റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ. അപ്പം ഈ ഒരു സ്റ്റാർ നോക്കിയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും എത്ര പെർസെന്റേജ് ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ, സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ. അപ്പൊ ഈ സ്റ്റാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോ കാര്യത്തിന് വിലയിരുത്താവുന്നതാണ്. നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് അല്ലെന്നതിന് നമ്മുടെ വീക്കിലി ഉള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാനെടുക്കാനും അത് കാണാനും എടുക്കാനും, ഫസ്റ്റ് ഇത് ഇറങ്ങുന്നുണ്ട് തന്നെ കാണാനും എടുക്കാനും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു രീതിയിൽ ഒരാൾ ഇന്നുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ പ്രഡിക്ഷൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുപോലെ ഇതിനകത്ത് യോഗയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ ക്ലാസ് അങ്ങനെ പഠിക്കുക എടുക്കുക താല്പര്യം ഓൺലൈനായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലെങ്കിൽ മോസ്ക്, ചർച്ച് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനത്തിന് സോഫ്റ്റ്വെയർ അതിൻ്റെ ഡെമോ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ബോഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വേണമെന്നില്ല. അല്ലെന്നൊരു നിങ്ങൾ ഏതൊരു പ്രൊഫഷണൽ കമ്പനിയാണെന്നൊരു നിങ്ങൾക്ക് ലോഗോ ക്രിയേഷന് സ്പെഷ്യൽ വേർഡിങ്സ് വേണമെന്നില്ല. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ നെയിം അലൈൻമെൻറ്റ് ചെയ്തിട്ട് നെയിം കറക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല എനർജി പാസ് ചെയ്യത്തക്ക രീതിയിലുള്ള ലോഗോയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി, അല്ല ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ വേദിക് അസ്ട്രോളജി, അല്ലെ ഇതുമല്ലെന്നൊരു AI റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാൻ, അല്ലെന്നൊരു ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് മാത്രമല്ല, നമുക്ക് നാഡി അസ്ട്രോളജി, അല്ലെങ്കിൽ ഈ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ന്യൂമറോളജി, ഈ പറയുന്ന നമ്മളെ കവർ ചെയ്യുന്ന സബ്ജക്ട്, അതുപോലെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള അസ്ട്രോ വാസ്തു ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്ന രീതിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാട്സാപ്പ് നമ്പറിൽ. അല്ല ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ടെന്നില്ല, ലോഗോ ക്രിയേഷന്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് വാസ്തു, അല്ലെങ്കിൽ ഈ ന്യൂമറോളജി, അങ്ങനെ പല സബ്ജക്റ്റ് നമ്മുടെ കവർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് വീക്കിലി ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രഡിക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീക്കിലി ഉള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഇത് മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം വന്നിട്ടില്ല. നമ്മുടെ ഒരു ചാനലാണ് ഫസ്റ്റ് ടൈം ഈ മലയാളത്തിലെ ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട് വീക്കിലി ഉള്ള കാര്യങ്ങൾ ഇനിയും പ്രഡിക്ഷൻ വരും. അത് അറിയണമെന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓരോ വീക്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് അറിയാം. ഈ